ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ നല്ല പ്രേക്ഷകരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ ക്വിസ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ലാബാനോട് സ്വപ്നത്തിൽ ഇടപെട്ടത് എന്നായിരുന്നു. സ്വപ്നത്തിൽ ലാബാനോട് ഇടപെട്ടത് ദൈവമായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 24 വാക്യം ആകുന്നു. അടുത്ത ചോദ്യം, അപ്പൻ്റെ ഗ്രഹവിഗ്രഹം മോഷ്ടിച്ചവൾ ആര് എന്നായിരുന്നു. അപ്പൻ്റെ ഗ്രഹവിഗ്രഹം മോഷ്ടിച്ചത് റാഹേൽ ആയിരുന്നു. 31 അധ്യായം 32 വാക്യം ആകുന്നു. അടുത്ത ചോദ്യം, ആരുടെ അറിവില്ലാതെയാണ് ഗ്രഹവിഗ്രഹം മോഷ്ടിച്ചത്. യാക്കോബിൻ്റെ അറിവില്ലാതെയായിരുന്നു ഗ്രഹവിഗ്രഹം മോഷ്ടിച്ചത്. അത് 31 അധ്യായം 32 വാക്യം ആകുന്നു. അടുത്ത ചോദ്യം, വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേൽ കയറിയിരുന്നവൾ ആര്. റാഹേലായിരുന്നു അതിൻ്റെ മേൽ കയറി ഇരുന്നത്. അത് 31 അധ്യായം 35 വാക്യം ആകുന്നു. അടുത്ത ചോദ്യം, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. ഇത് ആരുടെ വാക്കുകൾ ആയിരുന്നു. ഇത് പറഞ്ഞത് യാക്കോബായിരുന്നു. അത് 31 അധ്യായം 40 വാക്യം ആകുന്നു. അടുത്ത ചോദ്യം, ആട്ടിൻകൂട്ടത്തിന് വേണ്ടി യാക്കോബ് ലാബാനെ സേവിച്ചത് എത്ര വർഷം. ആട്ടിൻകൂട്ടത്തിന് വേണ്ടിയായിരുന്നു. 6 വർഷം ആയിരുന്നു. 31 അധ്യായം 41 വാക്യമാണ്. യാക്കോബ് ലാബാനെ എത്ര വർഷം സേവിച്ചു. 20 വർഷം സേവിച്ചു. അത് 31 അധ്യായം 41 വാക്യം ആകുന്നു. അടുത്ത ചോദ്യം, യാക്കോബും ലാബാനും തമ്മിലുള്ള ഉടമ്പടികളുടെ സാക്ഷ്യം എന്ത്. അതിൻ്റെ ഉത്തരം കൽക്കൂമ്പാരം ആകുന്നു. 31 അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യം ആകുന്നു. കൽക്കൂമ്പാരത്തിന് ലാബാൻ കൊടുത്ത പേരെന്ത്. ഏഗർ സഹദൂത എന്നായിരുന്നു. അത് 31 അധ്യായം 47 വാക്യം ആകുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ഗലേദ് എന്നാൽ അർത്ഥം എന്ത്. ഗലേദ് എന്നാൽ അർത്ഥം എന്ത്. അടുത്ത ചോദ്യം, അധികാലത്ത് എഴുന്നേറ്റു പുത്രിമാരെയും പുത്രന്മാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തവൻ ആര്. അടുത്ത ചോദ്യം, യാക്കോബ് ഗിലെയാദ് പർവ്വതം വിട്ട് തൻ്റെ വഴിക്ക് പോയപ്പോൾ എതിരെ വന്നവർ ആര്. അടുത്ത ചോദ്യം,
യാക്കോബ് 2 പ്രാവശ്യം കടന്ന നദി ഏത്? അടുത്ത ചോദ്യം, ദൈവദൂതന്മാരെ ദൈവത്തിൻ്റെ സേനയെന്ന് പറഞ്ഞത് ആരാവുന്നു? അടുത്ത ചോദ്യം, ദൈവദൂതന്മാരെ ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞ സ്ഥലത്തിന് യാക്കോബിട്ട പേര് എന്ത്? അടുത്ത ചോദ്യം, യാക്കോബിനെ എതിരേൽപ്പാൻ എത്ര ആളുകളുമായാണ് ഏശാവ് വന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം മെസ്സേജ് ചെയ്യണേ. മെസ്സേജ് ചെയ്ത എല്ലാവർക്കും നന്ദി കരയറ്റുന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.